നമസ്കാരം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്ത് ഒട്ട് എത്തിയതുമില്ല എന്ന്. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടപ്പോൾ ശരിക്കും സംഭവിച്ചത് ഈ ഒരു ചൊല്ല് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി പുലർച്ചെ 4 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് ആദ്യം വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നത്. എന്നാൽ പകൽ മുഴുവൻ മന്ത്രിയുടെ മൊബൈൽ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലായിരുന്നു. മന്ത്രി എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ലായിരുന്നു. മന്ത്രി നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു എന്നാണ് ആദ്യം റിപ്പോർട്ട് പുറത്തു വന്നത്. കഴുത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം സംഭവിച്ച മന്ത്രി എങ്ങനെയാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ കാറിൽ യാത്ര ചെയ്തെത്തുക എന്ന് സ്വാഭാവികമായും പലരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഡോക്ടർമാരും വെളിപ്പെടുത്തിയത് ഡോക്ടർ നിരന്തര വിശ്രമം ആവശ്യമുണ്ട് എന്നും യാത്ര ചെയ്യാൻ പാടില്ല എന്നുമൊക്കെ ആയിരുന്നു. എന്നിട്ടും മന്ത്രി എങ്ങനെയാണ് ആംബുലൻസോ എയർ ആംബുലൻസോ ഒന്നുമില്ലാതെ കാറിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തത് എന്ന് ആർക്കും ഇനിയും മനസ്സിലായിട്ടില്ല. കൂടാതെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒടുവിൽ ഔദ്യോഗിക അറിയിപ്പ് വന്നത് മന്ത്രി പത്തനംതിട്ടയിലെ സ്വന്തം വീട്ടിൽ വിശ്രമിക്കുകയാണ് എന്ന്. നേരെ ICUവിൽ നിന്ന് ഒരാളിനെ വീട്ടിലേക്ക് വിശ്രമത്തിനായി പറഞ്ഞയക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ വരുന്നത്. സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരാളിനെ ICUവിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അയാളെ നിരീക്ഷണ വാർഡിലേക്ക് മാറ്റി പിന്നീട് റൂമിലേക്ക് അതല്ലെങ്കിൽ വാർഡിലേക്കോ മാറ്റുന്നതാണ് സാധാരണ രീതി. പക്ഷേ ഇതൊന്നുമില്ലാതെ ICUവിലുണ്ടായിരുന്ന മന്ത്രി നേരെ പുലർച്ചെ 4 മണിക്കെന്ന് പറയപ്പെടുന്നു, 3 മണിക്കാണെന്നും പറയപ്പെടുന്നത്. അതോ അതിന് മുന്നേ പുറപ്പെട്ടോ എന്ന് അറിയാൻ പാടില്ല. ഏതായാലും ഈ സമയത്ത് സാധാരണഗതിയിൽ ആളുകളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന പതിവില്ല. നമുക്ക് സാധാരണ ആശുപത്രിയിലെ രീതി അനുസരിച്ച് ഒരാളിനെ വൈകുന്നേരത്ത് വന്ന് ഡോക്ടർ കണ്ടതിന് ശേഷം നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടി പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഈ മന്ത്രിക്ക് മാത്രമുള്ള പ്രത്യേക ആനുകൂല്യമാണോ ഇതെന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. രാത്രി മന്ത്രിക്ക് ഇഷ്ടമുള്ളപ്പോൾ ICUവിൽ നിന്ന് ഇറങ്ങി എനിക്ക് വീട്ടിൽ പോകാം എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ മന്ത്രിക്ക് അധികാരമുണ്ടോ എന്നുള്ള അറിയില്ല. സാധാരണഗതിയിൽ ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഡോക്ടർമാരാണ്, മന്ത്രിമാരല്ല. CPM നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മന്ത്രി വീണ ജോർജിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ്. അങ്ങനെയുള്ള ഒരാൾ 400 കിലോമീറ്ററോളം സഞ്ചരിച്ച് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തുക എന്ന് പലരും കഴിഞ്ഞ ദിവസം ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് വ്യാപകമായ തോതിലുള്ള വിമർശനവും കളിയാക്കലുമാണ് ഉയർന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? വീട്ടിൽ മന്ത്രി 4 ദിവസം വിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ICUവിൽ വിശ്രമിച്ചിരുന്ന ഒരാൾ വീട്ടിലെത്തിയാൽ പിന്നെ തുടർ ചികിത്സ അവിടെ നടക്കുന്നുണ്ടോ? മന്ത്രി അലോപ്പതി ചികിത്സ തന്നെയാണ് തുടരുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഡോക്ടർമാർ ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അങ്ങനെയെങ്കിൽ ഗവൺമെൻറ് ഡോക്ടർമാർ ആരെങ്കിലും മന്ത്രിയെ വീട്ടിൽ സന്ദർശിച്ച് ചികിത്സിക്കുന്നുണ്ടോ? അതുപോലെ മന്ത്രി ഏതെങ്കിലും ആയുർവേദമോ മറ്റോ ആണോ ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ യാതൊരു അറിവുമില്ല. ഇതിൽ വളരെ വിചിത്രമായൊരു കാര്യം, മന്ത്രി കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പകൽ സമയം മുഴുവൻ മന്ത്രി എവിടെ എത്തി എവിടെ കൂടെയാണ് സഞ്ചരിക്കുന്നുള്ള സംബന്ധിച്ചൊന്നും യാതൊരു വിവരവും പുറത്ത് അറിയുന്നില്ലായിരുന്നു. ഒരുപക്ഷെ മന്ത്രിയുടെ സുരക്ഷ കരുതി കൂടി തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു രഹസ്യയാത്ര സംഘടിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. മന്ത്രി സ്വകാര്യ കാറിലാണോ വന്നത്, അതോ സ്റ്റേറ്റ് കാറിൽ തന്നെയാണോ സഞ്ചരിച്ചിരുന്നത്, അതോ പോലീസ് നൽകിയ പ്രത്യേക വാഹനത്തിലാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല. നേരത്തെ വലിയതോതിലുള്ള വിമർശനം വരുന്നത് ഇത്രയും ഗുരുതരമായ ആരോഗ്യസ്ഥിതിയുള്ള മന്ത്രിയെ ആണെങ്കിൽ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാമായിരുന്നു, നമുക്ക് എയർ ആംബുലൻസിൽ കൊണ്ടുവരാം, അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് സ്വന്തമുള്ള ഹെലികോപ്റ്ററുണ്ട്. ഇങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ഒരു മന്ത്രിയെ കാറിൽ കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ട വരെ ആണെങ്കിൽ പോലും അത്രയും ദൂരം എങ്ങനെയാണ് സഞ്ചരിച്ചത് എന്ന് സ്വാഭാവികമായ സംശയം വരുന്നുണ്ട്. ഇവിടെയാണ് ഇത് സർക്കാർ സ്പോൺസേഡ് നാടകമാണ് എന്നുള്ള വിമർശനവും ഉയരുന്നത്. ഏതായാലും മന്ത്രിയുടെ ICUവിൽ നിന്നുള്ള നേരിട്ടുള്ള ഡിസ്ചാർജും അവിടെ നിന്ന് നേരെ കാറിൽ കയറി തിരുവനന്തപുരത്തേക്കുള്ള ഈ വരവുമൊക്കെ തന്നെ സ്വാഭാവികമായും സംശയം ഉണർത്തുന്നത് തന്നെയാണ്. കണ്ണൂരിൽ നമ്മൾ കണ്ടതാണ്, 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വളരെ ആരോഗ്യത്തോടുകൂടി സംസാരിച്ചിരുന്ന മന്ത്രി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ പെട്ടെന്ന് രോഗാതുരയായി വീഴുന്നതും കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുള്ള കാര്യം ഇനിയും ആർക്കും വ്യക്തമല്ല. ഈ ഡോക്ടർമാർ, ഇവരെ പരിശോധിച്ച ഡോക്ടർമാർ എന്ത് മൊഴിയാണ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയില്ല. ഏതായാലും റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളിലൊക്കെ തന്നെ മന്ത്രി ആരും ആക്രമിക്കുന്നതായിട്ട് കാണുന്നുമില്ല. ഏതായാലും ഇത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. 55ഓളം CCTV ക്യാമറകളാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്. അവിടെ നിന്നുള്ള പരിശോധനകളൊന്നും തന്നെ ഇത്തരത്തിൽ മന്ത്രി ആരെങ്കിലും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുമില്ല. ഏതായാലും ഇടതുമുന്നണി സർക്കാരിൻ്റെ വിചിത്രമായ പല ആചാരങ്ങളും നിലപാടുകളും ഒക്കെ തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.